അംഗം അട്ടഹാസം എന്ന പുതിയ മലയാള സിനിമയുടെ സംവിധായകനായിട്ടുള്ള സുജിത് എസ് നായർ പറഞ്ഞിട്ടുള്ളത് തന്റെ കഴിഞ്ഞ 15 കൊല്ലത്തെ തപസ്സാണ് ഈ സിനിമ എന്നാണ്. പുള്ളി സിനിമകളൊന്നും കാണാതെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് തപസ് ചെയ്യുകയാണ് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ കണ്ടിരുന്ന പല പരിപാടികളും വീണ്ടും കാണാൻ സാധിക്കുന്ന ഒരു പടമാണ് അംഗം അട്ടഹാസം. സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സാങ്കേതികപരമായി അത് രണ്ടാം പകുതിയിൽ വരുന്ന വയലൻസ് കാരണമാണെങ്കിലും ഈ സിനിമ കണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അവർ പൊതുജന താല്പര്യാർത്ഥം അങ്ങനെ ചെയ്തതാണ് എന്നൊരു റൂമർ വന്നാൽ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നായകനായിട്ടുള്ള മാധവ് സുരേഷ് സഹനിർമ്മാതാവ് കൂടിയായിട്ടുള്ള ഈ സിനിമ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തരുന്ന പടമാണ്. അതായത് മാസമായിട്ടുള്ള ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഇന്റർവെൽ ബ്ലോക്ക് വന്ന് തിയേറ്ററിലെ ലൈറ്റുകൾ തെളിയുമ്പോൾ പരസ്പരം അറിയാത്ത പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഊറിച്ചിരിക്കുന്ന കാഴ്ച എപ്പോഴും ഒന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അജയ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് സിനിമ. അലൻ എന്ന പെൺകുട്ടിയുമായിട്ട് അവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർക്കുകയും അജയെ കാക്ക സൈജു എന്ന ഗുണ്ടയെ ഉപയോഗിച്ച് കൊല്ലാൻ വരെ ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന്റെ തുടർച്ച എന്നോണം പല ദാരുണമായ സംഭവങ്ങളും ജീവിതത്തിൽ നടക്കുകയും അതെല്ലാം കൂടി അജയ് എന്ന നമ്മുടെ നായകനെ ഒരു ഗ്യാങ്സ്റ്റർ ആക്കുകയും ചെയ്തു. ആ ഗ്യാങ്സ്റ്ററിന്റെ വളർച്ചയുടെ കഥയാണ് അംഗം അട്ടഹാസം. 2025 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ പടത്തിന്റെ ട്രെയിലർ പുറത്തു വന്നത്. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന ക്ലാസിക് ഡയലോഗ് ട്രെൻഡിങ്ങിൽ നിന്ന സമയത്തായിരുന്നു അത്. ട്രെയിലറിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരൊറ്റ ഡയലോഗ് പോലും മാധവ് അതിൽ പറയുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം നമ്മളെല്ലാവരും ഊഹിച്ചത് തന്നെയാണ് എന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ട്രെയിലർ ഇറങ്ങി 8 മാസം കഴിഞ്ഞ് സിനിമ ഇറങ്ങുമ്പോഴും ഡബ്ബ് ചെയ്ത് കാര്യങ്ങൾ നേരെയാക്കാൻ സിനിമ ഉണ്ടാക്കിയവർ മെനക്കെട്ടിട്ടില്ല. പുരാവസ്തു വകുപ്പിനെ പോലും അമ്പരപ്പിക്കുന്ന ഈ സ്ക്രിപ്റ്റിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ട എന്ന് നിർമ്മാതാക്കൾ വിചാരിച്ചു കാണും. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന പയ്യൻ സാഹചര്യങ്ങൾ കാരണം ഒരു ക്രിമിനലായി മാറുന്ന ഒരു ടിപ്പിക്കൽ കഥ ഉണ്ടാക്കണമെന്നൊക്കെയാണ് സിനിമയുടെ ആഗ്രഹം. കിരീടവും രാജാവിന്റെ മകനും ഒക്കെ ചേർത്ത് വെച്ചതുപോലെയുള്ള ഒരു പരിപാടി. പക്ഷേ സീരിയലുകൾ എടുത്ത് പരിചയമുള്ള നമ്മുടെ സംവിധായകൻ മലയാളത്തിൽ ഇറങ്ങുന്ന ഇന്റർനാഷണൽ തീവ്രവാദികളെ പോലും അപമാനിക്കുന്ന തരം തട്ടിക്കൂട്ട് സീരിയലുകളുടെ അതേ നിലവാരത്തിലാണ് ഈ പടവും എടുത്തു വെച്ചിട്ടുള്ളത്. സീരിയസ് ആയിട്ടുള്ള ഡ്രാമ മൊമെന്റുകളും മാസ് സീനുകളും ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഉറക്കെ ചിരിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. മാധവ് സുരേഷിന്റെ നിലവിലെ അഭിനയത്തിന്റെ ഒരു ലെവൽ അറിഞ്ഞിട്ട് പോലും അയാളെ ട്രിവാൻഡ്രം സിറ്റി ഭരിക്കുന്ന മാഫിയ തലവനൊക്കെ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പടമാണിത്. ഈ പടം തിരുവനന്തപുരം ജില്ലയിലെ യഥാർത്ഥ ഗുണ്ടകൾ ആരും കാണരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. പടം കണ്ട് അവർ ട്രിഗറായിട്ട് ആ സിറ്റിയുടെ ക്രമസമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കമ്മീഷണറും മറ്റു ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ള ഒരു ഹൈ ലെവൽ മീറ്റിംഗിൽ അജയ് എന്ന മാധവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ആർക്കും തൊടാൻ പറ്റാത്ത ഭീകരനാണ് എന്നൊക്കെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്ന സീന് ചിരിയടക്കി കണ്ടു തീർക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചാലഞ്ചാണ്. ഇതിന്റെ ഇടയിൽ സ്വാഗർ എന്ന് മാധവ് സുരേഷ് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ള കുറെ സാധനങ്ങളും പ്രേക്ഷകർ കണ്ടു സഹിക്കണം. അജയ് എന്ന കഥാപാത്രം ജയിലിൽ പോകുന്ന സാഹചര്യം കാണുമ്പോൾ ആ പാരലൽ യൂണിവേഴ്സിൽ പോലീസുകാർക്ക് അന്വേഷണം എന്നൊരു പരിപാടി അറിയില്ലേ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകും. തൊട്ടതിനും പിടിച്ചതിനും സ്ലോ മോഷൻ ഇടുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി നല്ല ഒന്നാന്തരം ബോറാണ്. ലൂസിഫറിലെ വാഡ എന്ന ഒന്നാമത്തെ ഫൈറ്റിന്റെ 144p വേർഷൻ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നിലവാരം കുറഞ്ഞ ഒരു ആൽബത്തിന്റെ ക്വാളിറ്റി മാത്രമേ പാട്ടുകൾക്കുള്ളൂ. ക്ലീഷേ കുറയ്ക്കണമെന്നൊരു പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ ChatGPT പോലും ഇതിലും മികച്ച ഡയലോഗുകൾ എഴുതി തരും. മാധവ് സുരേഷ് സിനിമകളെ കാണുന്നത് റീലുകൾ എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എന്നാണ് തോന്നുന്നത്. സംവിധായകൻ പുള്ളിക്കുള്ള ഡയലോഗുകൾ സാമാന്യം നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് രക്ഷാദൗത്യം സീനിയർമാരായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയ്ക്കും സൈജു കുറുപ്പിനുമാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴൊക്കെ ഒരു സാധാരണ ഡയലോഗ് പറയാനുള്ള അവസരം കിട്ടിയാൽ പോലും അതിനെല്ലാം അനാവശ്യമായ ഒരു വെയിറ്റ് ഇടാൻ മാധവ് ശ്രമിക്കുന്നുണ്ട്. അത് അയാളുടെ പെർഫോമൻസിനെ കോമഡിയാക്കി മാറ്റുകയാണ്. ചുമ്മാ നടക്കുകയും മുരളുകയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് കുറെ സമയത്തിന് ശേഷം രണ്ടാം പകുതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന സീനിൽ ലേശം ഡയലോഗ് കൊടുക്കുന്നുണ്ട്. ദൈവം നീതി നടപ്പാക്കാൻ പറഞ്ഞുവിട്ട ദൂതനാണ് താൻ എന്ന ലെവലിലുള്ള മാധവിന്റെ ഡയലോഗ് കേട്ടിട്ട് ഞാനടക്കം വരുന്ന 4-3-7 പേർ തിയേറ്ററിൽ ഉറക്കെ ചിരിച്ചു. മാധവ് ഡയലോഗ് പറയുമ്പോൾ കൂടെയുള്ള നടന്മാരുടെ റിയാക്ഷൻ ഷോട്ടിലേക്ക് പോയി പെർഫോമൻസ് രക്ഷിച്ചെടുക്കാൻ എഡിറ്റർ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കലി മൂത്തിട്ട് തൊട്ടടുത്ത് നിന്ന കാരണവരെ വെടിവെച്ച് കൊല്ലുന്നത് കാണിച്ചുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയുടെ ഈ പടത്തിലെ ഇൻട്രോ. പുള്ളി തോക്കുകൊണ്ട് വെടിവെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ട തോക്കിൽ നിന്ന് തള്ളി പുറത്തേക്ക് വിടുകയാണെന്ന് തോന്നും. ഡയലോഗ് മനസ്സിലാവണമെങ്കിൽ സബ്ടൈറ്റിൽ വായിക്കേണ്ട പഴയ ഷൈൻ ടോം ചാക്കോയാണ് ഈ പടത്തിലുള്ളത്. ഷൈൻ ടോം ചാക്കോയുടെ ഡേറ്റ് അവസാനിച്ചപ്പോൾ ബാക്കി ദൗത്യം ഏറ്റെടുത്തത് സൈജു കുറുപ്പാണ്. അടയ്ക്കാനുള്ള EMI അല്ലാതെ നിലവിലെ കരിയർ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പടത്തിന് തലവെക്കേണ്ട കാര്യം പുള്ളിക്കില്ല. ഷൈൻ ടോം ചാക്കോയെ പോലെ പുള്ളിയും തോക്കിനെ അപമാനിക്കുന്നുണ്ട്. നായികയുടെ അച്ഛന്റെ റോളിൽ MA നിഷാദ് വരുന്നുണ്ട്. എതിർചേരിയിലുള്ള ഗുണ്ടകളിൽ ഒരാളായിട്ട് മക്ബൂൽ സൽമാൻ വരുന്നുണ്ട്. സൈജു കുറുപ്പ്, മക്ബൂൽ സൽമാൻ, മാധവ് സുരേഷ്. നടുക്ക് 2 സീനിൽ എങ്ങനെയെങ്കിലും ധ്യാൻ ശ്രീനിവാസനെ കൂടെ കുത്തിക്കയറ്റിയിരുന്നെങ്കിൽ മലയാളം പാരലൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ എക്സ്പെൻഡബിൾസ് ആയനെ ഈ പടം. 2 ദശാബ്ദങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കഥാപാത്രത്തെ ചെയ്യാൻ വേണ്ടി ഉദ്ഘാടനങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് സമയം കണ്ടെത്തി അന്ന രാജൻ ഈ സിനിമയിൽ ഭാഗമായിട്ടുണ്ട്. ഈ പടത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക ഈ പടത്തിന്റെയും
പ്രീമിയം റെമ്യൂണറേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും സൈജു കുറുപ്പ് മോഹിനിയാട്ടം എന്ന സിനിമ നിർമ്മിച്ചത്. അതായത് ഈ അടുത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഡാർക്ക് കോമഡി സിനിമയിലേക്ക് ഈ സിനിമ ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. മറക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെയുള്ള ഭൂതകാലത്തിലേക്ക് സൈജു കുറുപ്പ് തിരിച്ചുപോയതിന് ഇതല്ലാതെ വേറൊരു കാരണം പറയാൻ പറ്റില്ല. പടം ഉണ്ടാക്കിയവർക്ക് ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഒരു പയ്യൻ ഗുണ്ടാ നേതാവാകുന്ന വയലന്റ് ആക്ഷൻ സിനിമയായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ 3-4 കൂട്ടുകാരെയും കൊണ്ട് ഈ പടത്തിന് പോയി കഴിഞ്ഞാൽ മറക്കാനാവാത്ത ഒരു കോമഡി എന്റർടൈനർ കണ്ട ഒരു പ്രതീതിയായിരിക്കും. ഇതിന്റെ നിർമ്മാതാക്കളോട് എനിക്കുള്ള ഒരു റെക്കമെൻഡേഷൻ, നിലവിലെ OTT സാഹചര്യത്തിൽ ഈ പടവും കൊണ്ട് OTT പ്ലാറ്റ്ഫോമുകളിൽ പോകുന്നതിനേക്കാൾ നല്ലത് മലയാളത്തിലെ റോസ്റ്റ് ചാനലുകളുമായിട്ട് ഒരു റവന്യൂ ഷെയറിംഗ് കരാറിൽ ഏർപ്പെടുന്നതാകും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്